ഹോങ്കോങ്ങിൽ നിന്നും സൗദി അറേബ്യയ്ക്ക് പോയ കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് കപ്പൽ കൊല്ലം തീരത്ത് അടുപ്പിക്കാൻ അനുമതി തേടിയത്. സൗദി അറേബ്യയുടെ ഉടമസ്ഥതയിലുള്ള സാക്കി വിഷൻ എന്ന കപ്പലാണ് കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചത്. ഹോങ്കോങ്ങിൽ നിന്നും സൗദി അറേബ്യയിലേക്കുള്ള കന്നിയാത്രയ്ക്കിടെ യുദ്ധം ഉണ്ടായതാണ് തുടർ യാത്രയ്ക്ക് പ്രതിസന്ധിയായത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയ്ക്ക് പോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് കൊല്ലം തീരത്തടുപ്പിക്കുവാൻ അനുമതി തേടിയത്. തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പലിന് നങ്കൂരമിടാൻ അനുമതി നൽകിയതോടെ രാവിലെ 11 മണിയോടുകൂടിയാണ് കപ്പൽ കൊല്ലം തുറമുഖത്ത് അടുപ്പിച്ചത്. ആവശ്യമായ ഇന്ധനവും ഭക്ഷണവും വെള്ളവും നൽകാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമുള്ള തുറമുഖം കൊല്ലമായതുകൊണ്ടാണ് കപ്പൽ ഇവിടേക്ക് അടുപ്പിക്കാൻ അനുവാദം നൽകിയത്. യുദ്ധം അവസാനിക്കുന്നതുവരെ കപ്പൽ കൊല്ലത്ത് തന്നെ തുടരാനാണ് സാധ്യതയെന്ന് പാക്സ് ഷിപ്പിംഗ് ഏജൻസി ഡയറക്ടറായ ജോർജ് പറഞ്ഞു. ഇത് ഇപ്പം നിലവിലെ ഹോർമോസ് സ്ട്രൈറ്റിലെ സാഹചര്യം മൂലമാണ്, യുദ്ധത്തിന്റെ സാഹചര്യം മൂലമാണ് അങ്ങോട്ട് ഇപ്പോൾ വെസൽസിന് കടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നലെ നമ്മളോട് ഷെൽട്ടർ ചോദിക്കുകയും നിയറസ്റ്റ് പോർട്ട് കൊല്ലം ആയതുകൊണ്ട് നമ്മൾ കൊല്ലം പോർട്ടിലോട്ട് പെർമിഷൻ ചോദിച്ച് കസ്റ്റംസിന്റെയും പോർട്ടിന്റെയും ഇമിഗ്രേഷന്റെയും പെർമിഷനോട് കൂടി കൊല്ലം പോർട്ടിൽ അടുപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ഓണേഴ്സ് സൗദിയാണ്. ഇത് ചൈനയിൽ നിന്ന് സൗദി അറേബ്യയിലെ റാസ്തനൂറ പോർട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പം കസ്റ്റംസും ഇമിഗ്രേഷനും പോർട്ട് അധികൃതരും ബസ്സിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് എൻട്രി നൽകിയതിനു ശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് ഇത് ഇവിടുന്ന് തിരികെ പോകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തിരികെ പോകുന്ന മുറയ്ക്ക് പോർട്ട് ക്ലിയറൻസും കൂടെ വാങ്ങിയിട്ടായിരിക്കും, ഇമിഗ്രേഷൻ കസ്റ്റംസ് പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസോട് കൂടിയായിരിക്കും തുടർ യാത്ര പോകുന്നത്. കൊല്ലം പോർട്ടിൽ ഈ കപ്പൽ അടുപ്പിക്കാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് അനുകൂലമായിരുന്നു. ഇവർക്ക് ഇന്ധനം എടുക്കാനും ഭക്ഷണ പ്രൊവിഷൻസ് എടുക്കാനും അതേപോലെ കുടിവെള്ളം എടുക്കാനുള്ള സാഹചര്യം അനുകൂലമായതുകൊണ്ടാണ് കൊല്ലം പോർട്ട് പ്രിഫർ ചെയ്തത്. പോർട്ടുമായിട്ട് ഞങ്ങൾ പാക്ക് ഷിപ്പിംഗ് ഏജൻസി കൊല്ലം പോർട്ടുമായിട്ട് ബന്ധപ്പെടുകയും നമുക്ക് അനുകൂലമായ ഉള്ള പെർമിഷൻ കിട്ടുകയും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് നമ്മൾ ഈ ബസ്സിൽ കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 12 ജീവനക്കാരാണ് കപ്പലിൽ ഉള്ളത്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിവിധ തുറമുഖങ്ങളിൽ നിരവധി കപ്പലുകൾ അടുപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്തേക്കും ഇനി കൂടുതൽ കപ്പലുകൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ.